ഗോപാൽ സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്, ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ ഓൺ എക്സാമിനാകുമ്പോൾ ഏകദേശം സെക്കൻഡ് ഡിഗ്രിയുടെ ഹാഫ് വരെ, അല്ലെങ്കിൽ അതിപ്പുറം വരെ, അപ്പുറത്തോട്ട് പോകില്ല, അവിടെ വരെ സാധാരണ നമുക്ക് ചോദിക്കാറുള്ളത്. അതിനുള്ളിൽ നിന്നും ഒരു ക്വസ്റ്റനാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ബോർഡിൽ ഫുള്ളായിട്ട് എഴുതുന്നില്ല, കാര്യം പറഞ്ഞുകൊണ്ട് പോകാം. ഇനി ഇതേപോലെയുള്ള ക്ലാസ്സുകളൊക്കെ വരും, പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിവിടെ ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് നടപ്പാത ഇങ്ങനെ നമുക്ക് നടക്കാനുള്ള ഒരു വഴിയുണ്ട്. നമ്മളിപ്പം സാധാരണ ഫ്ലവർ ഷോയ്ക്കൊക്കെ പോകുമ്പം നമ്മളിങ്ങനെ ഫുള്ള് കറങ്ങത്തില്ലേ ചുറ്റും നടന്ന്, അതേപോലെ ഈ ഗ്രൗണ്ടിന് ചുറ്റും നടക്കാനായിട്ടൊരു പാത, മീൻസ് ഇതാണ് കേട്ടോ. ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 2 മീറ്റർ. ഈ വീതി, ഈ പോകുന്ന വീതി എത്രയാണ്? 2. നെക്സ്റ്റ് തന്നേക്കുന്നത് ഈ ഗ്രൗണ്ടും അതേപോലെ ഈ നടപ്പാതയും കൂടെ ചേർത്തുള്ള ഏരിയ നമുക്ക് തന്നേക്കുന്നത് 1225 മീറ്റർ സ്ക്വയർ ആണ്. ആരുടെയൊക്കെ ഏരിയ? ആ ഗ്രൗണ്ടും പിന്നെ അതിന് ചുറ്റുപാടുമുള്ള ആ നടപ്പാതയും കൂടെ ചേർത്തുള്ളതിൻ്റെ ടോട്ടൽ ഏരിയ 1225 1225. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൗണ്ടിൻ്റെ മാത്രമായിട്ടുള്ള ഏരിയ എത്രയാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അകത്തുള്ള ഗ്രൗണ്ടിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അകത്തുള്ള ഗ്രൗണ്ടിൻ്റെ 1 സൈഡ് ഇതില്ലേ മോനെ, അതിനെ നമ്മൾ എക്സ് മീറ്റർ എന്നെടുക്കണം. ഓക്കെ, എക്സ് മീറ്റർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന 1225 ചെയ്താൽ മോനെ ടോട്ടൽ. അപ്പോൾ ഞാനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പോൾ ABCD ആണ് നമ്മുടെ ഗ്രൗണ്ട്. PQRS എന്ന് പറഞ്ഞാൽ ഫുൾ, ഏതാ ഗ്രൗണ്ടിനെ ചുറ്റിയുള്ള നടപ്പാതയും കൂടെ ചേർത്തുള്ള സ്ക്വയറാണ് PQRS. അപ്പോൾ ഈ തന്നേക്കുന്നത്, ഇവിടെ തന്നേക്കുന്നത് PQRSൻ്റെ ഏരിയ ആണ് ഈ തന്നേക്കുന്നത് 1225. അപ്പോൾ നമുക്ക് വേണ്ടത് ആരുടെയാ? ABCയുടെ ഏരിയ നമുക്ക് വേണ്ടത്. ഇപ്പോൾ കൃത്യമല്ലേ, ഫുള്ളായിട്ടുള്ളതിൻ്റെ ഏരിയ തന്നിട്ട് അകത്തുള്ളതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ പ്രോബ്ലം ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എക്സ് ആണെന്ന് വിചാരിക്കുക. ഇത് 2 അല്ലേ മോനെ? ഇതിന് 2 ആണെങ്കിൽ ടോട്ടൽ ഈ നീളം എത്ര വരും? ഇവിടുത്തെ 2, ഇവിടുത്തെ എക്സ്, ഇവിടുത്തെ 2 ചേരുമ്പോൾ ടോട്ടൽ നീളം എന്ന് പറഞ്ഞാൽ x+4 വരും മോനെ. 2 2 4, നടുക്കത്തെ എക്സോട് ചേരുമ്പോൾ x+4. ഇത് x+4 ആണെന്ന് പറഞ്ഞാൽ ഇതും എത്ര തന്നെയാണ് മോനെ? ഈ നീളം എത്ര തന്നെയാണ് മോനെ? x+4. ഓക്കെ, ഇത് രണ്ടും ഒരേ നീളമല്ലേ? ഇത് ഈ നീളം തന്നെയാണ് മോനെ, ഈ നീളം. അപ്പോൾ ഇത് ടോട്ടൽ x+4. അപ്പോൾ ഇത് എത്ര തന്നെയാണ്? x+4 എന്ന് പറഞ്ഞാൽ PQRS എന്ന് പറയുന്ന ആ സ്ക്വയറിൻ്റെ 1 സൈഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന x+4 ഒരു വശം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഗിവൺ ഏരിയ ഓഫ് PQRS ഈസ് ഈക്വൽ ടു 1225. നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A² എന്നാവും, സൈഡിൻ്റെ സ്ക്വയർ എന്നാണ് അല്ലേ? ദാറ്റ് ഈസ് സൈഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1225. ഇവിടുത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ x+4 ആണ്. That is x+4 the whole square equal to 1225. ഓക്കെ, ഈ x+4 the whole square is equal to 1225 ആണെങ്കിൽ അവിടുന്ന് therefore x+4 equal to എന്നെടുക്കുമ്പോൾ √1225 എന്നെടുക്കണം. ഓക്കെ, ഇതിൻ്റെ റൂട്ട് 1225ൻ്റെ റൂട്ട് ആരാന്ന് ചോദിച്ചാൽ 5ലാണ് എൻഡ് ചെയ്തേക്കുന്നത് അല്ലേ? 5ൽ എൻഡ് ചെയ്യുന്ന നമ്പറുകളുടെ എല്ലാം റൂട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് 5ലായിരിക്കും എൻ്റെ ആൻസറും. ഓക്കെ, അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് നോക്കണേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. 1225 റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി, നിങ്ങൾ ആ 25 അങ്ങ് മാറ്റുക, അങ്ങ് കളയുക. ബാക്കി എത്ര മോനെ? 12. ഈ 12 എന്ന് പറഞ്ഞാൽ 2 നമ്പറുകളുടെ പ്രോഡക്റ്റാണ്. ശരി, അടുത്തടുത്ത 2 നമ്പറിൻ്റെ പ്രോഡക്റ്റാണ്. അടുത്തടുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7 × 8 അല്ലെങ്കിൽ 9 × 10 ഇല്ലെങ്കിൽ 4 × 5 എന്ന് പറയുന്ന അടുത്തടുത്ത 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 4 ആണ് അല്ലേ? 3 × 4 അടുത്തടുത്ത് 2 നമ്പറിൻ്റെ പ്രോഡക്റ്റാണ്. അതിൽ ചെറിയ നമ്പർ ഏതാ മോനെ? 3 അല്ലയോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൂട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3യും പിന്നെ ഒരു 5 ഇട്ട് കൊടുത്താൽ മതി, 35 ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 3 കിട്ടിയത് നമ്മൾ ഈ നമ്പറിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അടുത്തടുത്ത് 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആക്കിയ ശേഷം അതിൽ ചെറിയ നമ്പറെ 3 എടുത്ത ശേഷം അതിൻ്റെ കൂടെ ഒരു 5നെ ചേർത്തിട്ട് കൊടുത്താൽ റൂട്ട് കിട്ടി. ഓക്കെ, ഇതേപോലെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഈ 5 അവസാനിക്കുന്നതിൻ്റെ എല്ലാ റൂട്ട് നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ x+4 = 35. അവിടുന്ന് x = 35 - 4 = 31. അപ്പോൾ നമുക്ക് x കിട്ടി.
എക്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അകത്തെ സ്ക്വയർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വൺ സൈഡ് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എത്ര മോനെ 31. ഇപ്പോൾ എക്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ ഗ്രൗണ്ടിൻ്റെ ഒരു വശം കിട്ടി മോനെ. അങ്ങനെയാണെങ്കിൽ അകത്തെ ഗ്രൗണ്ടിൻ്റെ ഏരിയ ദെയർഫോർ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ABC ഈസ് ഈക്വൽ ടു സൈഡിൻ്റെ സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് 31 സ്ക്വയർ. 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ ആരാണ് 961. എങ്ങനെ നോക്കിയാണ് 31 × 31 നോക്കിയാണ് 1 × 1 1, 3 + 3 6, 3 × 3 9 അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ നമ്മൾ 31 × 31 ഒക്കെ ചെയ്യുന്ന എളുപ്പവഴി എങ്ങനെയാണ് 1 × 1 1, 3 + 3 6, 3 × 3 9. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ അത് പരിപാടി നമുക്ക് ക്ലിയറായി. ആൻസർ ഈസ് ആരാണ് 961. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ക്വസ്റ്റനാണ്, പക്ഷേ എക്സാമിന് ഉറപ്പായിട്ടുള്ളതാണ്. ഇഷ്ടപ്പെട്ടാൽ പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്തേക്കണം. നെക്സ്റ്റ് ക്ലാസ് ഉടൻ തന്നെ എത്തും. ഗുഡ് ബൈ.